ഹായ് എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എണ്ണമാങ്ങയാണ് കേട്ടോ. എണ്ണമാങ്ങ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കും നോക്കാം. അപ്പോൾ എനിക്കിന്നിവിടെ 2 മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ എണ്ണമാങ്ങ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമുക്ക് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് തുടച്ചെടുക്കണം. അപ്പോൾ ഞാൻ തുടച്ചെടുത്തതാണിത് കേട്ടോ. ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ വട്ടിപ്പുളപ്പായിട്ട് കീറിയിട്ട് നീളത്തിലിങ്ങനെ അരിഞ്ഞെടുക്കണം. എന്നിട്ട് 2ആക്കി കട്ട് ചെയ്യാൻ, നീളത്തിലായാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ 2ആക്കി ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 മാങ്ങയും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ മാങ്ങയും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കശ്മീരി ചില്ലിയാണ് കേട്ടോ. അപ്പോൾ എരിവ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ മുളക് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഉലുവ പൊടിച്ചതും ചേർത്തിട്ടുണ്ട്, ഉലുവപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് കായപ്പൊടിയാണ്. അപ്പോൾ കായപ്പൊടി എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കായം വറുത്ത് പൊടിച്ചിട്ടായാലും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എണ്ണമാങ്ങയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. അല്ലാണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. പൊടികളിലാണ് എണ്ണമാങ്ങ ഉണ്ടാകുന്നത്. അപ്പോൾ എണ്ണയും പൊടിയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും സാധനം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ലെണ്ണയോ എള്ളെണ്ണയോ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതാവും ബെസ്റ്റ്. അപ്പോൾ ഞാനിവിടെ എള്ളെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ആവശ്യത്തിന് എള്ളെണ്ണ ഒഴിച്ച് കൊടുക്കുക. നമുക്ക് മാങ്ങ പൊരിച്ചെടുക്കാനുള്ള എണ്ണയാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി കട്ട് ചെയ്ത മാങ്ങ അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡാകുന്നത് വരെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു ഷെയ്ഡാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം കേട്ടോ. ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് 3-4 ട്രിപ്പായിട്ട് നമുക്ക് മാങ്ങ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് കോരി മാറ്റാം കേട്ടോ. അങ്ങനെ നമ്മളെ മാങ്ങയെല്ലാം 3-4 ട്രിപ്പായിട്ട് ഞാൻ പൊരിച്ച് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് ലോ ഫ്ലെയിമിൽ തീ വെക്കുക. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ഇതാണ് നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റിയ മാങ്ങ കേട്ടോ. ഈ ഒരു ലെവലിൽ വേണം പൊരിച്ചെടുക്കുക. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊരു 2-3 മിനിറ്റ് ഈ പൊടികളൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നല്ല പോലെ മിക്സ് ആവുകയും ചെയ്യും, എല്ലാം കൂടി ഒന്ന് റോസ്റ്റായി വരികയും ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ആ പൊടികളൊക്കെ മാങ്ങയിൽ പിടിക്കത്തക്ക വിധം നല്ല പോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒന്ന് മിക്സായി വന്നാൽ നമ്മൾ മാങ്ങ പൊരിച്ച എണ്ണയുണ്ടല്ലോ, അത് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് വന്നാൽ വീണ്ടും നമ്മൾ ആ എണ്ണ തന്നെയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വേസ്റ്റ് ആവില്ല. ഒരുപാട് ഒഴിച്ചാൽ നമുക്ക് എണ്ണ വേസ്റ്റ് ആകും. നമ്മൾ കുറച്ച് ഒഴിച്ച് ഒരു 3-4 ട്രിപ്പ് മാങ്ങ പൊരിച്ചെടുത്തുകൊണ്ട് നമുക്ക് എണ്ണ എന്തായാലും വേസ്റ്റ് ആവില്ല. അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു നല്ല പോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ തീ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ഓഫാക്കരുത്. നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് എല്ലാ ഭാഗത്തും എണ്ണയും പൊടികളൊക്കെ എത്തിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യും. അപ്പോൾ ഞാനിവിടെ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും നമ്മുടെ പൊടികളൊക്കെ എത്തിയിട്ടുണ്ട്. മാങ്ങ എല്ലാം കൂടി മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എണ്ണമാങ്ങ. എണ്ണയും പൊടികളും ചേർന്നിട്ടുള്ളതാണ് എണ്ണമാങ്ങ. ഇത് നാളത്തേക്ക് ഒന്നുകൂടി സോഫ്റ്റ് ആകും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.